കിരണങ്ങൾ ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ഡിറ്റക്റ്റീവ് നോവൽ സർ ആർത്തർ കോനൻ ഡോയിൽ എഴുതിയ രക്തക്കളം. അധ്യായം 1. ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് 1878 ഞാൻ വൈദ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. പിന്നീട് സൈന്യത്തിൽ സർജന്മാർക്കു വേണ്ടിയുള്ള പരിശീലനം മുഴുമിക്കാനായി നെറ്റ്ലെ സർവകലാശാലയിലേക്ക് പുറപ്പെട്ടു. അവിടെ പഠനം പൂർത്തിയാക്കിയപ്പോൾ 5-ാം നോർത്തംബർലാൻഡ് ഫ്യൂസിലിയേഴ്സ് സൈന്യവിഭാഗത്തിൽ അസിസ്റ്റന്റ് സർജനായി ജോലിയിൽ പ്രവേശിച്ചു. അക്കാലത്ത് ആ പട്ടാളം ഇന്ത്യയിലായിരുന്നു. ഞാൻ അവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് 2-ാം അഫ്ഗാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ബോംബെയിൽ കാലുകുത്തിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം മനസ്സിലാക്കി. എൻ്റെ സൈന്യം ചുരങ്ങളിലൂടെ ഒരുപാട് മുന്നേറിയിരിക്കുന്നു. അവർ ശത്രുവിൻ്റെ മണ്ണിൽ ആഴങ്ങളോളം എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാലും മറ്റു പല ഓഫീസർമാരോടൊപ്പം ഞങ്ങൾ അവരെ പിന്തുടർന്നു. കൂട്ടാളികളും എന്നെപ്പോലെയുള്ള അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുരക്ഷിതരായി കണ്ടഹാറിൽ എത്തിച്ചേർന്നു. അവിടെ സൈന്യവിഭാഗത്തെ കണ്ടെത്തിയ ഉടനെ ഞാൻ പുതിയ ചുമതലകളിൽ പ്രവേശിച്ചു. അവിടുത്തെ പോരാട്ടം പലർക്കും ബഹുമതികളും ജോലിക്കയറ്റവും നൽകിയെങ്കിലും എനിക്കത് ദൗർഭാഗ്യകരവും വിനാശാഭരിതവുമായിരുന്നു. എൻ്റെ സൈന്യദളത്തിൽ നിന്ന് എന്നെ മാറ്റി ബെർക്ക്ഷയേഴ്സിനോട് ബന്ധിപ്പിച്ചു. ഈ സൈന്യദളത്തിനോടൊന്നിച്ച് എനിക്ക് ആപത്കരമായ മൈവാണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നു. അവിടെ വെച്ച് ഒരു ജെസയിൽ വെടിയുണ്ട എൻ്റെ ചുമലിൽ തുളച്ചുകയറി. അതെൻ്റെ എല്ലിനെ ചതയ്ക്കുകയും കണ്ടാസ്തിക്കു താഴെയുള്ള ധമനിയെ ഉരയ്ക്കുകയും ചെയ്തു. എൻ്റെ സേവകനായ മുറയുടെ സമർപ്പണ ബോധവും വിപതി ധൈര്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രക്തദാഹികളായ ആ ഘാസികളുടെ കയ്യിൽ അകപ്പെടുമായിരുന്നു. മുറെ എന്നെ പോർക്കുതിരകൾ നിന്നിരുന്ന ഭാഗത്തേക്ക് തന്ത്രപൂർവ്വം മാറ്റി ബ്രിട്ടീഷ് സൈന്യനിരയിൽ സുരക്ഷിതമായി എത്തിക്കുകയാണുണ്ടായത്. ദീർഘനാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകളും വേദനകളും എന്നെ അടിമുടി തളർത്തിയിരുന്നു. മുറിവേറ്റ വലിയൊരു സംഘം പട്ടാളക്കാരോടൊപ്പം എന്നെ പെഷവാറിലെ സൈനികാശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വെച്ച് ആരോഗ്യനില ഭേദപ്പെട്ടു തുടങ്ങി. എനിക്ക് വാർഡുകളിൽ നടക്കാമെന്നായി. വരാന്തയിൽ ചെന്നിരുന്ന് വെയിൽ കായാനും കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് എനിക്ക് പകർച്ചപ്പനി പിടിപെട്ടു. മാസങ്ങളോളം എൻ്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. അവസാനം രോഗം ഭേദമായപ്പോൾ അങ്ങേയറ്റം ക്ഷീണിച്ച് മെലിഞ്ഞിരുന്നു. ഈ അവസ്ഥയിൽ എന്നെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയക്കാൻ ഒരു ദിവസം പോലും താമസിച്ചുകൂടെന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. ഇതനുസരിച്ച് ഒറോൻഡസ് എന്ന സൈന്യവാഹന കപ്പലിൽ എന്നെ കയറ്റിവിട്ടു. 1 മാസത്തിനു ശേഷം ഞാൻ പോർട്സ് മൗത്ത് ജെട്ടിയിൽ കാലുകുത്തി. അപ്പോഴേക്കും എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനാവാത്ത വിധം ആകെ തകർന്നിരുന്നു. എന്നാൽ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള തുടർന്നുള്ള 9 മാസക്കാലം ചെലവഴിക്കാൻ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദം ലഭിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിൽ എനിക്ക് ഉറ്റവരോ ഉടയവരോ ആയി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ കാറ്റിനെ പോലെ സ്വതന്ത്രനായിരുന്നു ഞാൻ. ദിവസവരുമാനമായ 11 ഷില്ലിങ്ങും 6 പെൻസും ഇഷ്ടം പോലെ ചെലവഴിക്കാമായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ മനസ്സ് സ്വാഭാവികമായും ലണ്ടനിലേക്ക് ആകർഷിക്കപ്പെട്ടു. ബ്രിട്ടൻ എന്ന സാമ്രാജ്യത്തിലെ അലസന്മാരും സുഖിയന്മാരും അനിയന്ത്രിതമായി ഒഴുകിയെത്തുന്ന മഹാ അഴുക്കുനീർത്തൊട്ടിയാണല്ലോ ലണ്ടൻ. അവിടെ സ്ട്രാൻഡിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഞാൻ കുറച്ചുനാൾ താമസിച്ചു. പക്ഷേ അവിടുത്തെ ജീവിതം അസ്വാസ്ഥ്യകരവും അർത്ഥരഹിതവുമായിരുന്നു. കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഞാൻ എൻ്റെ കയ്യിലുള്ള പണം ചെലവഴിച്ചു. അതിനാൽ ക്രമേണ സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരുങ്ങലിലായി തീർന്നു. ഒന്നുകിൽ ഈ മഹാനഗരം വിടുകയോ അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും പോയി താമസിക്കുകയോ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് എനിക്ക് പൊടുന്നനെ ബോധ്യമായി. അതല്ലെങ്കിൽ ജീവിതശൈലി മുഴുക്കെ മാറ്റിമറിക്കണം. അവസാനം പറഞ്ഞ ബദലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ആയതിനാൽ ഹോട്ടൽ കാലിയാക്കാനും ആഡംബരവും ചെലവും കുറഞ്ഞ മറ്റെവിടെയെങ്കിലും വീടെടുത്ത് താമസമാക്കാനും മാനസികമായി തയ്യാറെടുപ്പ് നടത്താൻ തുടങ്ങി. ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയ ദിവസം ക്രൈറ്റീരിയൻ ബാറിനു സമീപം നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ആരോ എൻ്റെ ചുമലിൽ തട്ടി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ബാർട്ടസിൽ എൻ്റെ കീഴിൽ വൈദ്യസഹായിയായി ജോലി ചെയ്തിരുന്ന യുവാവായ സ്റ്റാംഫോർഡിനെയാണ്. ഏകാഗിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ലണ്ടനെ പോലെയുള്ള മഹാനഗരത്തിൻ്റെ അപാരതയിൽ ഒരു സുപരിചിത മുഖത്തിൻ്റെ കാഴ്ച ആഹ്ലാദകരം തന്നെയാണ്. അക്കാലങ്ങളിൽ സ്റ്റാംഫോർഡ് എൻ്റെ ഉറ്റമിത്രമൊന്നും ആയിരുന്നില്ല. എന്നിട്ടും ഞാൻ അയാളെ ഉത്സാഹത്തോടെ അഭിവാദ്യം ചെയ്തു. എന്നെ കണ്ടുമുട്ടിയപ്പോൾ അയാൾക്കും സന്തോഷമുള്ളതുപോലെ തോന്നി. ആനന്ദാധിക്യത്താൽ ഞാൻ അയാളെ ഹോൾബോണിൽ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു കുതിരവണ്ടി പിടിച്ച് അങ്ങോട്ട് യാത്ര തിരിച്ചു. നിങ്ങളിവിടെ എന്തു ചെയ്യുകയാണ് വാട്സൺ? ജനനിമിഡമായ ലണ്ടൻ തെരുവിലൂടെ വണ്ടി കറകറ നീങ്ങിക്കൊണ്ടിരിക്കെ ആശ്ചര്യം മറച്ചുവെക്കാതെ അയാൾ ചോദിച്ചു. നിങ്ങളാകെ മെലിഞ്ഞ് ചെമ്പിച്ചിരിക്കുന്നുവല്ലോ. ഞാൻ എൻ്റെ സാഹസങ്ങളെക്കുറിച്ച് ഒരു ലഘുവിവരണം അയാൾക്ക് നൽകി. വിശദീകരണം പൂർത്തിയാക്കുമ്പോഴേക്കും ഞങ്ങൾ നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. കുരുത്തം കെട്ട പാവം മനുഷ്യൻ. എൻ്റെ ദൗർഭാഗ്യ കഥകൾ ശ്രദ്ധിച്ചു കേട്ട ശേഷം അയാൾ സഹതാപത്തോടെ അങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്തു ചെയ്യാനാണ് ഭാവം? താമസിക്കാൻ ഒരിടം അന്വേഷിക്കുകയാണ്, ഞാൻ പറഞ്ഞു. മിതമായ നിരക്കിൽ സൗകര്യപ്രദമായ മുറികൾ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് ഞാൻ. ഇത് വളരെ വിചിത്രം തന്നെയാണല്ലോ, എൻ്റെ കൂട്ടുകാരൻ അഭിപ്രായപ്പെട്ടു. ഇത്തരം വാക്കുകൾ എന്നോട് പറഞ്ഞ ഇന്നത്തെ രണ്ടാമത്തെ മനുഷ്യനാണ് നിങ്ങൾ. അപ്പോൾ ആരാണ് ഒന്നാമത്തെ ആൾ? ഞാൻ ചോദിച്ചു. ആശുപത്രിയിലെ രസതന്ത്ര പരീക്ഷണശാലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ. അയാൾ ഇന്നു രാവിലെയും സ്വയം പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. വാടകയ്ക്കെടുത്തിരുന്ന മനോഹരമായ ചില മുറികൾ പങ്കുവയ്ക്കാൻ ആരെയും അയാൾക്ക് കണ്ടെത്താനായില്ലത്രേ. ആ മുറികൾ അയാളുടെ പേഴ്സിന് താങ്ങാൻ കഴിയാത്തതുമായിരുന്നു. ദൈവമേ, ഞാൻ ഉറക്കെ പറഞ്ഞു. മുറികളും ചെലവുകളും ശരിക്കും പങ്കുവയ്ക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ തന്നെയാണ് അയാൾക്ക് പറ്റിയ ആൾ. ഒരു പങ്കാളിയുണ്ടാവുന്നത് എനിക്കിഷ്ടമാണ്. യുവാവായ സ്റ്റാംഫോർഡ് തൻ്റെ വൈൻ ഗ്ലാസിനു മുകളിലൂടെ അത്ഭുതത്തോടെ എന്നെയൊന്ന് നോക്കി. ഷെർലോക്ക് ഹോംസിനെ ഇപ്പോഴും നിങ്ങൾക്കറിഞ്ഞുകൂടല്ലോ, അയാൾ പറഞ്ഞു. ചിരകാല സുഹൃത്തെന്ന നിലയിൽ നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടാനിടയില്ല. എന്താണ് അയാൾക്ക് കുഴപ്പം? ഓ, അയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാൾ അല്പം വിചിത്രമായ ആശയങ്ങളുള്ള ആളാണ്. ശാസ്ത്രത്തിൻ്റെ ചില ശാഖകളിൽ ഭ്രമമുള്ള വ്യക്തി. ഞാൻ അറിഞ്ഞിടത്തോളം അയാളൊരു തികഞ്ഞ മാന്യനാണ്. അയാളൊരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയാണോ? ഞാൻ ചോദിച്ചു. അല്ല, എന്താകാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കൊരു രൂപവുമില്ല. ശരീരാവയവശാസ്ത്രത്തിൽ അയാൾക്ക് നല്ല അറിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാന്തരം ഒരു രസതന്ത്ര വിദഗ്ധൻ കൂടിയാണ് അയാൾ. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ചിട്ടയനുസരിച്ചുള്ള വൈദ്യപഠനം അയാൾ ഒരിക്കലും നടത്തിയിട്ടില്ല. അയാളുടെ പഠനങ്ങൾ ക്രമം കെട്ടതും കിറുക്കുപിടിച്ചതുമാണ്. പക്ഷേ പുറത്തുനിന്ന് വഴിവിട്ട രീതിയിൽ ധാരാളം വിജ്ഞാനം അയാൾ ആർജിച്ചിട്ടുണ്ട്. അത് അയാളുടെ പ്രൊഫസർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. അയാളുടെ ലക്ഷ്യമെന്തെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ അയാളോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ആരാഞ്ഞു. ഇല്ല. എന്തെങ്കിലും എളുപ്പത്തിൽ ചോർത്തിയെടുക്കത്തക്ക ഒരു മനുഷ്യനല്ല അയാൾ. എന്നാൽ അയാളെ ഒരാശയം പിടികൂടിയാൽ എല്ലാം തുറന്നു പറയുകയും ചെയ്യും. എനിക്കയാളെ കാണണം, ഞാൻ പറഞ്ഞു. ഞാൻ ആരുടെയെങ്കിലും കൂടെ താമസിക്കുന്നുണ്ടെങ്കിൽ പരിശ്രമശാലിയും ശാന്ത സ്വഭാവവുമുള്ള ഒരാളോടൊപ്പമാണ് അതിഷ്ടപ്പെടുന്നത്. ഏറെ ഒച്ചയോ കോലാഹലമോ അതിജീവിക്കാനുള്ള കരുത്ത് എനിക്കിപ്പോഴില്ല. ഞാൻ അഫ്ഗാനിസ്ഥാനിലായിരുന്നപ്പോൾ സ്വാഭാവിക നിലനിൽപ്പിനായി ഇവ രണ്ടും വേണ്ടത്രയുണ്ടായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങളുടെ ഈ സുഹൃത്തിനെ ഞാൻ എങ്ങനെയാണ് കണ്ടുമുട്ടുക? അയാൾ പരീക്ഷണശാലയിൽ തന്നെ ഉണ്ടാകും, എൻ്റെ സുഹൃത്ത് പ്രതിവചിച്ചു. അയാൾ ആഴ്ചകളോളം ചിലപ്പോൾ സ്ഥലത്തുണ്ടാവില്ല. മറ്റു ചിലപ്പോൾ പുലർച്ചെ മുതൽ രാത്രി വരെ അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. വേണമെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്കൊന്നിച്ച് അവിടെയൊന്ന് ചുറ്റിയടിച്ചു നോക്കാം. തീർച്ചയായും, ഞാൻ പറഞ്ഞു. പിന്നീട് ഞങ്ങളുടെ സംഭാഷണം മറ്റു ചില കാര്യങ്ങളിലേക്ക് വഴുതിപ്പോയി. ഹോൾബോണിൽ നിന്ന് ഞങ്ങൾ ആശുപത്രി ലക്ഷ്യമാക്കി യാത്ര തിരിക്കവേ ഞാൻ കൂടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മാന്യനെക്കുറിച്ച് സ്റ്റാംഫോർഡ് എനിക്ക് അല്പം കൂടി വിവരണങ്ങൾ തന്നു. അയാളുമായി യോജിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുതേ, സ്റ്റാംഫോർഡ് പറഞ്ഞു.
പരീക്ഷണശാലയിൽ വല്ലപ്പോഴുമൊക്കെ ഞാൻ അയാളെ കണ്ടുമുട്ടുന്നതിൽ കവിഞ്ഞ് കൂടുതലൊന്നും അയാളെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളാണ് ഇത്തരമൊരു ഏർപ്പാട് നിർദ്ദേശിച്ചത്. അതിനാൽ നിങ്ങൾ എന്നെ ഇതിൻ്റെ ഉത്തരവാദിയായി കണക്കാക്കരുത്. ഞങ്ങൾക്ക് പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെങ്കിൽ വേർപിരിയുക എന്നത് പ്രയാസമായിരിക്കില്ലല്ലോ, ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് കൈകഴുകി രക്ഷപ്പെടാനുള്ള തക്കതായ ചില ന്യായീകരണങ്ങളുണ്ട്. എൻ്റെ കൂട്ടുകാരനെ തറച്ചു നോക്കിക്കൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തു. ഇയാളുടെ സ്വഭാവം അത്ര കടുകട്ടിയാണോ? മറച്ചുവെക്കാതെ ഉള്ളതു തുറന്നു പറയണം. പ്രകടിപ്പിക്കാൻ കഴിയാത്തത് പ്രകടിപ്പിക്കുക എന്നത് എളുപ്പമല്ല, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അഭിരുചിക്ക് ഇണങ്ങാത്ത ശാസ്ത്രീയ കാഴ്ചപ്പാടുള്ള ആളാണ് ഷെർലോക്ക് ഹോംസ്. ക്രൂരതയെന്ന് തോന്നിക്കുന്ന എന്തു വേണമെങ്കിലും അദ്ദേഹം ചെയ്തെന്നിരിക്കും. സുഹൃത്തിന് ഏറ്റവും പുതുതായി കണ്ടുപിടിച്ച ഒരു നുള്ള് സസ്യക്ഷാരം കഴിക്കാൻ നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇതെന്തെങ്കിലും ദുരുദ്ദേശം വെച്ചുകൊണ്ടല്ല. ക്ഷാരത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരാശയം സ്വരൂപിച്ചെടുക്കാനുള്ള അന്വേഷണ തൃഷ്ണ മാത്രമാണിതിനു പിന്നിൽ. ക്ഷാരം സ്വയം കഴിക്കാനും അദ്ദേഹം സന്നദ്ധനാണ്. നിശ്ചിതവും കണിശവുമായ അറിവിനോട് ഒരുതരം ഭ്രമം അയാൾക്കുണ്ടെന്ന് തോന്നുന്നു. അത് വളരെ ശരിയാണല്ലോ. അതെ, പക്ഷേ അത് ചിലപ്പോൾ അതിരുകവിയാറുണ്ട്. ശസ്ത്രക്രിയാമുറിയിൽ വെച്ച് ജഡത്തെ ഒരു വടികൊണ്ട് തല്ലുന്നത് കാണാം. അതല്പം വിചിത്രം തന്നെയല്ലേ? ജഡത്തെ തല്ലുകയോ? അതെ, മരണാനന്തരം ചതവുകൾ ജഡത്തിൽ എത്രത്തോളം ഉണ്ടാക്കാമെന്ന് തെളിയിക്കാനാണത്രേ അത്. അയാൾ അപ്രകാരം ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് അയാളൊരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയല്ലെന്നാണോ? അങ്ങനെയല്ല. അയാളുടെ പഠനങ്ങളുടെ ലക്ഷ്യമെന്തെന്ന് ദൈവത്തിനു മാത്രമേ അറിയൂ. ഏതായാലും നമ്മളിവിടെ എത്തിക്കഴിഞ്ഞല്ലോ. ഇനി അയാളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സ്വയം രൂപപ്പെടുത്താവുന്നതേയുള്ളൂ. സംസാരിച്ചു കൊണ്ടിരിക്കവേ സ്റ്റാംഫോർഡ് ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ് ചെറിയൊരു വാതിലിനുള്ളിലൂടെ കടന്നുപോയി. വാതിൽ തുറന്നാൽ ആ വലിയ ആശുപത്രിയുടെ കല്യാലയിലേക്കായിരുന്നു. അതെനിക്ക് പരിചയമുള്ള സ്ഥലമായിരുന്നതിനാൽ ആരുടെയും മാർഗദർശനം ആവശ്യമില്ലായിരുന്നു. കാറ്റും വെയിലുമേറ്റ് കിടക്കുന്ന കൽപ്പടവുകൾ ഇറങ്ങിച്ചെന്ന് ഞങ്ങൾ നീണ്ട ഇടനാഴിയിലെത്തി. വെള്ളപൂശിയ ചുമർനിരകളും ഇരുണ്ട നിറമാർന്ന വാതിലുകളും ആ ഇടനാഴിയുടെ പ്രത്യേകതകളായിരുന്നു. അല്പമകലെ അറ്റത്ത് താഴ്ന്ന കമാനങ്ങളുള്ള ഒരു വഴി ശാഖയായി പിരിഞ്ഞ് രസതന്ത്ര പരീക്ഷണശാലയിലേക്ക് നയിച്ചു. പരീക്ഷണശാല ഉയരം കൂടിയ ഒരു മുറിയായിരുന്നു. അവിടെ എണ്ണമറ്റ കുപ്പികൾ വരിവരിയായി നിരത്തിവെച്ചിരുന്നു. വീതിയേറിയതും നീളം കുറഞ്ഞതുമായി അടുക്കും ചിട്ടയുമില്ലാതെ നിരത്തിയിട്ടിരുന്ന മേശകളിന്മേൽ പരീക്ഷണോപകരണങ്ങളായ റിട്ടോർട്ടുകൾ, ടെസ്റ്റ് ട്യൂബുകൾ, ബൂൺസൺ ലാമ്പ് എന്നിവ കുത്തനെ വെച്ചിരുന്നു. ബൂൺസൺ ലാമ്പിലെ നീല തീനാളങ്ങൾ അപ്പോഴും മിന്നിക്കൊണ്ടിരുന്നു. ആ മുറിയിൽ ഒരു വിദ്യാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ കുറച്ചകലെ ഒരു മേശയ്ക്കുമേൽ കുനിഞ്ഞ് തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കാലൊച്ച കേട്ടപ്പോൾ അയാൾ ചുറ്റുപാടും വീക്ഷിച്ച് ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. കയ്യിൽ ഒരു ടെസ്റ്റ് ട്യൂബുമായി അയാൾ എൻ്റെ കൂട്ടുകാരൻ്റെ അരികിലേക്ക് ഓടിയെത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, രക്തത്തിൽ മാത്രം വിലയിക്കുന്ന ഒരു കാരകം ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരു സ്വർണ്ണഖനി കണ്ടെത്തിയിരുന്നെങ്കിൽ പോലും അയാൾ ഇത്ര സന്തോഷം പ്രകടിപ്പിക്കില്ലായിരുന്നു. ഡോക്ടർ വാട്സൺ, ഇതാണ് മിസ്റ്റർ ഷെർലോക്ക് ഹോംസ്, ഞങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്റ്റാംഫോർഡ് പറഞ്ഞു. സുഖം തന്നെയല്ലേ? എൻ്റെ കൈ ശക്തിയോടെ മുറുക്കെ പിടിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സൗഹാർദ്ദപരമായി ചോദിച്ചു. നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലായിരുന്നു അല്ലേ? അതെങ്ങനെ നിങ്ങളറിഞ്ഞു? ഞാൻ വിസ്മയഭരിതനായി ചോദിച്ചു. അത് വിട്ടുകളയൂ, അദ്ദേഹം ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോഴത്തെ ചോദ്യം രക്തത്തെക്കുറിച്ചാണ്. എൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയെന്നതിൽ സംശയമില്ലല്ലോ. രസതന്ത്രപരമായി നോക്കിയാൽ അത് വളരെ രസകരമാണ്, സംശയമില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ പ്രായോഗികമായി ഒരു പ്രശ്നവുമില്ല. ഇത് കൊല്ലങ്ങളായുള്ള ഏറ്റവും പ്രായോഗികമായ വൈദ്യശാസ്ത്രപരവും നിയമസാധുതയുള്ളതുമായ കണ്ടുപിടുത്തമാണ്. രക്തക്കറ തെളിയിക്കാനുള്ള കുറ്റമറ്റ ഒരു പരീക്ഷണമാണിതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ?
ഇവിടെ വരൂ. അദ്ദേഹം ആകാംക്ഷയോടെ എൻ്റെ കോട്ടിൻ്റെ കൈക്ക് പിടിച്ചു വലിച്ച് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന മേശയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. നമുക്കല്പം പുതുരക്തമെടുത്ത് പരിശോധിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വലിയ സൂചിയെടുത്ത് തൻ്റെ വിരലിലാഴ്ത്തി. എന്നിട്ട് അതിൽ നിന്ന് പുറപ്പെട്ട ഒരു തുള്ളി രക്തം പിപ്പറ്റിലൂടെ വലിച്ചെടുത്തു. ഞാനിതാ ഈ ചെറിയൊരു തുള്ളി രക്തം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തുന്നു. ഈ മിശ്രിതത്തിന് ശുദ്ധജലത്തിൻ്റെ നിറമാണെന്ന് നിങ്ങൾക്ക് കാണാം. രക്തത്തിൻ്റെ അനുപാതം 10 ലക്ഷത്തിന് 1 പോലുമില്ല. എങ്കിലും അതിൻ്റെ സ്വാഭാവികമായ പ്രതിപ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസാരത്തിനിടയിൽ അദ്ദേഹം പാത്രത്തിലേക്ക് കുറച്ച് വെളുത്ത ക്രിസ്റ്റലുകൾ ഇട്ടു. എന്നിട്ട് സുതാര്യമായ എന്തോ ദ്രാവകത്തുള്ളികൾ ഒഴിച്ചു. ഒരു നിമിഷത്തിനകം ആ മിശ്രിതത്തിന് ദേവദാരുവൃക്ഷത്തിൻ്റെ ഇരുണ്ട ചെന്നിറം കൈവന്നു. ഗ്ലാസ് ജാറിൻ്റെ അടിയിൽ തവിട്ടുനിറമാർന്ന ഒരു പൊടി ഊറിക്കിടന്നു. ഹായ് ഹായ്, അദ്ദേഹം കൈകൾ കൊട്ടി വിളിച്ചുകൂവി. പുതിയ കളിപ്പാട്ടം കിട്ടിയ കുഞ്ഞിനെപ്പോലെ സന്തോഷഭരിതനായി കാണപ്പെട്ട അദ്ദേഹം ചോദിച്ചു, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അതിസൂക്ഷ്മമായ ഒരു പരീക്ഷണമാണിതെന്ന് തോന്നുന്നു, ഞാൻ അഭിപ്രായപ്പെട്ടു. മനോഹരം, മനോഹരം. ഗ്യുവാക്കം മരക്കറ കൊണ്ടുള്ള ആ പഴയ പരീക്ഷണ രീതി കലുഷിതവും അനിശ്ചിതവുമാണ്. അതുപോലെ തന്നെയാണ് രക്താണുക്കൾക്കു വേണ്ടി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചുള്ള പരീക്ഷണവും. രക്തക്കറ അല്പം മണിക്കൂറുകൾ പഴക്കമുള്ളതാണെങ്കിൽ മൈക്രോസ്കോപ്പിക് പരിശോധന മൂല്യമില്ലാത്തതായിത്തീരുന്നു. രക്തം പുതിയതോ പഴയതോ ആകട്ടെ, ഈ പരീക്ഷണം വിജയപ്രദമായി കാണപ്പെടുന്നു. ഇത് മുമ്പേ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇന്ന് മാന്യന്മാരായി ഈ ഭൂമിയിൽ വിലസി നടക്കുന്ന പലരും തങ്ങൾ ചെയ്ത കുറ്റത്തിന് അന്നേ ശിക്ഷ അനുഭവിക്കുമായിരുന്നു. തീർച്ചയായും, ഞാൻ പറഞ്ഞു. ക്രിമിനൽ കേസുകൾ ആ ഒരു ബിന്ദുവിലാണ് നിരന്തരമായി നട്ടം തിരിയുന്നത്. ഒരുവൻ കുറ്റം ചെയ്താൽ ചിലപ്പോൾ മാസങ്ങളോളം കഴിഞ്ഞാണ് അയാളെ സംശയിക്കുക. കുറ്റവാളിയുടെ വസ്ത്രങ്ങൾ പരിശോധിക്കുന്നു. അവയിൽ തവിട്ടുനിറമുള്ള കറ കാണപ്പെടുന്നു. അത് എന്തിൻ്റെ കറയാണ്? രക്തത്തിൻ്റെയോ മണ്ണിൻ്റെയോ തുരുമ്പിൻ്റെയോ പഴത്തിൻ്റെയോ? ഇത് പല വിദഗ്ധരെയും കുഴക്കിയ പ്രശ്നമാണ്. എന്തുകൊണ്ട്? വിശ്വസനീയമായ ഒരു പരീക്ഷണത്തിൻ്റെ അഭാവം തന്നെ കാരണം. ഇപ്പോൾ നമുക്കിതാ ഷെർലോക്ക് ഹോംസിൻ്റെ പരീക്ഷണം ലഭിച്ചിരിക്കുന്നു. അതിനാൽ ഇനി ഇക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി. പിന്നെ ഹൃദയത്തിൽ കൈവച്ച് തൻ്റെ ഭാവനയുടെ മോഹവലയത്തിൽ ആകൃഷ്ടരായി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഏതോ ജനക്കൂട്ടത്തിന് നേരെയെന്ന പോലെ അദ്ദേഹം വണക്കത്തോടെ തല കുമ്പിട്ടു. നിങ്ങൾ അഭിനന്ദനമർഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അത്യുത്സാഹം കണ്ട് വല്ലാതെ ആശ്ചര്യപ്പെട്ട ഞാൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ കൊല്ലം ഫ്രാങ്ക്ഫോർട്ടിലെ വോൺ ബിസ്ചോഫിൻ്റെ കേസുണ്ടായിരുന്നു. അക്കാലത്ത് ഈ പരീക്ഷണം നിലവിലുണ്ടായിരുന്നെങ്കിൽ അയാളെ നിശ്ചയമായും തൂക്കിലിട്ടേനെ. അതുപോലെ ബ്രാക്ക്ഫോർഡിലെ മേസൺ, കുപ്രസിദ്ധനായ മുള്ളർ, മോണ്ട്പെല്ലിയറിലെ ലഫ്യൂവർ, ന്യൂ ഓർലിയൻസിലെ സാംസൺ എന്നിങ്ങനെ പലരും ഈ പരീക്ഷണം നിർണായകമായി തീരുമായിരുന്ന 20 കേസുകളെങ്കിലും എനിക്ക് ചൂണ്ടിക്കാണിക്കാനാകും. നിങ്ങൾ കുറ്റകൃത്യങ്ങളുടെ ചലിക്കുന്ന പഞ്ചാംഗമാണല്ലോ, സ്റ്റാംഫോർഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കാൻ നിങ്ങൾക്കൊരു പത്രം തന്നെ തുടങ്ങാം. ഗതകാല പോലീസ് വാർത്ത എന്നതിനെ വിളിക്കുകയും ചെയ്യാം. അത് വായിക്കാൻ നല്ല രസമായിരിക്കും. തൻ്റെ വിരലിന്മേൽ സൂചി കുത്തിയ ഭാഗത്തെ കൊച്ചുമുറിവിൽ ഒരു തുണ്ട് പ്ലാസ്റ്റർ പതിച്ച് ഷെർലോക്ക് ഹോംസ് അഭിപ്രായപ്പെട്ടു. ഞാൻ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പുഞ്ചിരിച്ച് എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു. കാരണം ഞാൻ വിഷവസ്തുക്കളാണ് ഏറിയ പങ്കും കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് കൈ നീട്ടിക്കാണിച്ചു. കയ്യിലാകെ പ്ലാസ്റ്റർ തുണ്ടുകൾ പതിച്ചിരുന്നതായും ശക്തമായ ആസിഡുകൾ തട്ടി നിറഭേദം വന്നതായും ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങളിവിടെ ഒരു ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നതാണ്, ഉയരമുള്ള ഒരു മുക്കാലി സ്റ്റൂളിലിരുന്നു കൊണ്ട് സ്റ്റാംഫോർഡ് പറഞ്ഞു. അതേസമയം മറ്റൊരു സ്റ്റൂൾ അയാൾ കാലുകൊണ്ട് എനിക്ക് നീക്കിയിട്ടു തരികയും ചെയ്തു. എൻ്റെ സുഹൃത്ത് നിങ്ങളോടൊപ്പം മുറികൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ആരെയും കിട്ടുന്നില്ലെന്ന് നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരുന്നല്ലോ. അതിനാൽ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിമുട്ടിക്കുക എൻ്റെ കർത്തവ്യമാണെന്ന് ഞാൻ കരുതി. മുറികൾ പങ്കുവയ്ക്കുന്ന ആശയം ഷെർലോക്ക് ഹോംസിനെ സന്തോഷിപ്പിച്ചതായി തോന്നി.
ബേക്കർ സ്ട്രീറ്റിൽ ഒരു പാർപ്പിടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. നമുക്കത് നന്നായി ഇണങ്ങും. കടുപ്പമേറിയ പുകയിലയുടെ മണം നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? ഞാനും ഒരു പുകവലിക്കാരനാണ്. അത് കൊള്ളാം. പിന്നെ എൻ്റെ മുറിയിൽ സാധാരണയായി രാസവസ്തുക്കൾ ഉണ്ടാകും. പലപ്പോഴും പരീക്ഷണങ്ങളും നടത്തും. അത് നിങ്ങളെ അലോസരപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. ഇനി എൻ്റെ മറ്റു കുറവുകളൊക്കെ എന്താണെന്ന് ഞാൻ ആലോചിക്കട്ടെ. ചിലപ്പോൾ വിഷാദഗ്രസ്തനെ പോലെയാവും. ദിവസങ്ങളോളം വാ തുറന്നില്ലെന്നും വരും. അപ്പോൾ ഞാനൊരു മുരടനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നെ തനിച്ചുവിട്ടേക്കൂ. ഞാൻ വീണ്ടും പഴയതുപോലെയാകും. ഇനി നിങ്ങൾക്ക് വല്ലതും കുമ്പസാരിക്കാനുണ്ടോ? രണ്ടു വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപ് അവരുടെ ഏറ്റവും മോശമായ വശങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്പരം അറിയുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വിസ്തരിച്ചു പറയൽ കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാനൊരു ബുൾനായക്കുട്ടിയെ വളർത്തുന്നുണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ശബ്ദകോലാഹലം ഇഷ്ടമല്ല. കാരണം എൻ്റെ നാഡീഞരമ്പുകൾ തളർന്നവയാണ്. ഞാൻ അസമയങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കാറുണ്ട്. കൂടാതെ ഭയങ്കര മടിയനുമാണ്. മറ്റു ചില ദുർഗുണങ്ങളും എനിക്കുണ്ട്. എന്നാൽ ഞാനിപ്പോൾ പറഞ്ഞവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. നിങ്ങൾ പറഞ്ഞ ശബ്ദകോലാഹലത്തിൻ്റെ വകുപ്പിൽ വയലിൻ വായിക്കുന്നത് ഉൾപ്പെടുമോ? അദ്ദേഹം ആകാംക്ഷയോടെ ചോദിച്ചു. അത് വായിക്കുന്നവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞു. നന്നായി വായിക്കുന്ന വയലിൻ ദൈവങ്ങൾക്കുള്ള ഒരർപ്പണമാണ്. മോശമായി വായിക്കുന്ന വയലിൻ... ഓ ശരി ശരി, അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു. അപ്പോൾ കാര്യം ഉറപ്പിച്ചതായി നമുക്ക് കണക്കാക്കാം അല്ലേ? അതായത് പാർപ്പിടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. എപ്പോഴാണ് നമ്മൾ അത് പോയി നോക്കുന്നത്? നാളെ ഉച്ചയ്ക്ക് എന്നെ വന്ന് വിളിക്കൂ. നമുക്കൊന്നിച്ചു പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കാം. ശരി, കൃത്യം ഉച്ചയ്ക്ക്, അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് കുലുക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു. ഷെർലോക്ക് ഹോംസ് തൻ്റെ പരീക്ഷണങ്ങൾ തുടരവേ സ്റ്റാംഫോർഡും ഞാനും യാത്ര പറഞ്ഞ് സ്ഥലം വിട്ടു. ഞങ്ങൾ എൻ്റെ ഹോട്ടൽ ലക്ഷ്യമാക്കി നടന്നു. അതിനിടയിലൊരു കാര്യം. ഇടയ്ക്ക് വെച്ച് അല്പം നിന്ന് സ്റ്റാംഫോർഡിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഞാൻ പൊടുന്നനെ ചോദിച്ചു. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നയാളാണെന്ന് ആ പിശാചിന് എങ്ങനെ അറിയാം? എൻ്റെ കൂട്ടുകാരൻ ദുരൂഹമായ ഒരു പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് അദ്ദേഹം സംഗതികൾ മനസ്സിലാക്കുന്നത് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ഓ, അതൊരു നിഗൂഢതയാണല്ലേ? കൈകൾ കൂട്ടിയുരസിക്കൊണ്ട് ഞാൻ ഉറക്കെ പറഞ്ഞു. ഇത് വളരെ രസകരമായിരിക്കുന്നു. ഞങ്ങളെ രണ്ടുപേരെയും കൂട്ടിയോജിപ്പിച്ചതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനാണ്. മനുഷ്യവംശത്തെക്കുറിച്ച് ശരിയായി പഠിക്കാൻ മനുഷ്യനെ പഠിക്കുക എന്ന ചൊല്ല് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കണം, എന്നോട് യാത്ര പറയുമ്പോൾ സ്റ്റാംഫോർഡ് നിർദ്ദേശിച്ചു. അദ്ദേഹം ഒരു കുഴഞ്ഞ പ്രശ്നമാണെന്ന് നിങ്ങൾ പിന്നീട് കണ്ടെത്തും. ഞാൻ പന്തയം വയ്ക്കാം, നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നതിനേക്കാളധികം അദ്ദേഹം നിങ്ങളെക്കുറിച്ച് പഠിക്കും. ഗുഡ് ബൈ. ഗുഡ് ബൈ. തിരിച്ച് യാത്രാമൊഴി ചൊല്ലി ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് അലസമായി നടന്നു. അപ്പോഴേക്കും തൻ്റെ പുതിയ പരിചയക്കാരനിൽ ഞാൻ തീർത്തും തൽപരനായി കഴിഞ്ഞിരുന്നു. 2ാം അധ്യായവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.